ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയും രേവതിയുടെയും അതുപോലെ രവീന്ദ്രൻ അച്ചമ്മയൊക്കെ ഉണ്ട്. അപ്പം സുധീനെ കാണാതെ പോയ വിവരം ഇവരെല്ലാവരും അറിഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തെന്ന് വെറും പച്ചക്കള്ളം നമ്മുടെ ശ്രുതി പറയുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് വന്നാൽ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കാം കാര്യം എന്തൊക്കെയായി എന്ന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ തുടങ്ങുകയാണപ്പോഴത്തേക്ക് ശ്രുതി ആകെ പെട്ടുപോയിട്ടോ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ലല്ലോ നമ്മുടെ ശ്രുതി നുണ പറഞ്ഞതാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ അവിടെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ശ്രുതി പരാതി കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ആകെ പാടെ പേടിച്ചു പറിച്ചിട്ട് പറഞ്ഞു, വേണ്ട, വിളിക്കുമൊന്നും വേണ്ട ശ്രീകാന്തെ, വിളിക്കണ്ട. എന്നോട് സാറ് പറഞ്ഞായിരുന്നു എന്തെങ്കിലും വിവരം കിട്ടുമായിരുന്നെങ്കിൽ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു, അല്ല എന്നും പറഞ്ഞ് നമുക്ക് വിളിച്ചു ചോദിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, ശ്രീകാന്ത് വിളിക്കും, ശ്രീകാന്തെ നമുക്കൊന്ന് ചോദിക്കാം, വിളിച്ച് ചോദിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ. ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെന്ന് അവർ അറിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അവർ പെട്ടെന്ന് സുധിയേട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് വിളിക്കാൻ പറയുകയാണ്. അത് കേട്ടിട്ട് നമ്മുടെ ശ്രീകാന്ത് വിളിക്കുകയാണ് കേട്ടോ. വിളിക്കുമ്പോഴത്തേക്കും ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ആരും ഫോൺ എടുത്തില്ല. എന്തോ നമ്മുടെ ശ്രുതിയുടെ ഭാഗ്യം, കുരുത്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുത്തില്ല. നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ സാറ് ഫോൺ എടുക്കുന്നില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ആശ്വാസമായിട്ടോ, എടുത്തിരുന്നെങ്കിൽ എല്ലാ കള്ളവും പൊളിയൂല്ലോ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പതുക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, എങ്കിലും ഏത് ദുഷ്ടന്മാരാ ഇത് ചെയ്തത്, എന്തെങ്കിലും വിഷയമുണ്ടെ പറഞ്ഞു തീർക്കത്തില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എൻ്റെ പൊന്നു മോനെ, അവരൊന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു, ഭഗവാനെ അവന് തിരിച്ചു തരണേ ഞങ്ങൾക്ക് എന്നിങ്ങനെ പറയാ. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അച്ചമ്മ സമാധാനപ്പെട്, സുധിയേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടും, തിരിച്ചു കിട്ടാതിരിക്കത്തൊന്നുമില്ല, ദൈവം ഉണ്ടല്ലോ, ദൈവം നമ്മുടെ സുധിയേട്ടനെ തിരിച്ചു കൊണ്ട് തരുന്നു. ഈ സമയത്ത് വീണ്ടും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, ആന്റണി ഇനി ശ്രുതിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് സച്ചിയാണ് എത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങളെല്ലാം നമ്മുടെ സച്ചി അറിയും, എന്തിനാണ് തട്ടിക്കൊണ്ട് പോയതെന്നും 50 ലക്ഷം രൂപ തട്ടിയെടുത്തത് കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയും നമ്മുടെ നീലിമ. അപ്പൊ അത് വലിയ പ്രശ്നമാകും. ഇനിയിപ്പൊ എന്താ ചെയ്യുക, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അയ്യോ, വല്ലാത്തൊരവസ്ഥയായി പോയി. കള്ളത്തരം കാണിച്ചതിനുള്ള ശിക്ഷ ദൈവം തരുവാണോ? അയ്യോ, ഇതിനി എവിടെ ചെന്ന് അവസാനിക്കും എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. നമ്മുടെ സച്ചി ഇതെല്ലാം അറിഞ്ഞിട്ട് നേരെ നമ്മുടെ സുധീനെ അന്വേഷിക്കാൻ വേണ്ടി പോയേക്കോടെ, എവിടെയാണെന്ന് അറിയത്തില്ലോ. സച്ചി ഇറങ്ങി തിരിച്ചാ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അത് നന്നായിട്ട് നമ്മുടെ ശ്രുതിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ ഭർത്താവിനെ കിട്ടുകയും വേണം, കാര്യങ്ങളൊന്നും അറിയുകയും ചെയ്യരുത്. വീണ്ടും നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, ഇനി ഈ വീട്ടിൽ എനിക്കും എൻ്റെ ശ്രുതിക്ക് നിൽക്കാൻ പറ്റത്തില്ലാതെ വരും, ഈ കള്ളങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നാലും ഈ സമയത്ത് വീണ്ടും ആന്റണിയുടെയും ആന്റണിയുടെ കൂട്ടുകാരുടെയും കാണിക്കും കേട്ടോ. അങ്ങനെ അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കുക. അപ്പോഴത്തേക്ക് ആന്റണിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, ഒരു സൂചനയും കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്തിനാ, നമുക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം, നമ്മളാവുന്നത്ര ശ്രമിച്ചിട്ടും സുധിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ. എടാ, രാത്രി 12 മണിക്ക് മുമ്പ് ക്യാഷ് കൊടുത്തില്ല എങ്കിൽ നീലിമ എന്ന് പറയുന്ന ആ പെണ്ണ് സുധിയെ കൊല്ലുന്നാ പറഞ്ഞത്. 12 മണിക്ക് മുന്നേ സുധിയെ എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അല്ല, എങ്ങനെ രക്ഷിക്കണം എന്നാ ബോസി പറയുന്നത്. അതൊക്കെ ഉണ്ട്, ഏതായാലും നോക്കാം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതി വിളിക്കുക ആന്റണീനെ. അപ്പം ആന്റണി ഫോൺ എടുത്തിട്ട് ഉടനെ നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല ആന്റണി എവിടെയാ ഉള്ളത്? ഞങ്ങളിപ്പം ശ്രുതി അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അയ്യോ, ഇതുവരെ കണ്ടെത്തിയില്ലേ? നിങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രുതിയെ കണ്ടെത്തണം, ശ്രുതിയെ രക്ഷിക്കണം. സച്ചി ശ്രുതി അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ അവന് ഉള്ള മിടുക്ക് നിങ്ങൾക്ക് അറിയാലോ, അവൻ ഭയങ്കര മിടുക്കനാ. നിങ്ങൾ സുധിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് സച്ചി എവിടെ എത്തിയ വലിയ പ്രശ്നമാകും. സുധി ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് അവൻ അറിയും. അയ്യോ, വല്ലാത്ത പേടിയാവുക. ഞങ്ങൾ രഹസ്യമാക്കി വെച്ച എല്ലാ കാര്യങ്ങളും അവൻ അറിയും. പിന്നെ കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് സുധിയെ കണ്ടുപിടിക്കണം, എവിടെയാണെന്ന് കണ്ടെത്തി ഇപ്പൊ തന്നെ എൻ്റെ സുധിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം, പെട്ടെന്ന് തന്നെ ചെയ്യണേ. ഇല്ലെങ്കിൽ സച്ചി
അവിടെ എത്തും. എന്റെ പൊന്നു ശ്രുതി ഇങ്ങനെ ഭയന്നാലോ? ദേ അവന് ശ്രുതിയുടെ അടുത്ത് എത്താനൊന്നും കഴിയില്ല. ശ്രുതി അവനിൽ നിന്ന് ഞാൻ മോചിപ്പിക്കാൻ പോകുന്നത്. ഓ ആന്റണി നിനക്ക് അറിയില്ല ശ്രുതി, അതുകൊണ്ടാ. അയ്യോ എനിക്കറിയാം ആന്റണി. എന്നാ പിന്നെ ധൈര്യമായിട്ടിരിക്കുക, സമയം വൈകാറായില്ലേ, അതുകൊണ്ട് ഞാനൊന്ന് തപ്പി അന്വേഷിച്ച് ഇറങ്ങുക. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ് ശ്രുതി, ഫോൺ കട്ട് ചെയ്യ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് ആന്റണി കൂട്ടുകാരനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ശ്രുതിയെ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനെ അവര് നമ്മുടെ ശ്രുതി അന്വേഷിച്ച് ഇറങ്ങുകയാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് ഇല്ലേ, സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷിനെയാണ് കേട്ടോ. മഹേഷ് പെട്ടെന്ന് ഒരു മെസ്സേജോ ഫോൺ കോളോ അങ്ങനെ വന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ മെസ്സേജാ, ഫോൺ കോൾ അല്ല. അപ്പൊ അയാൾ ഇങ്ങനെ നോക്കുക. അപ്പൊ അയാൾ ഭയങ്കര മദ്യപിച്ച് ഇട്ടുണ്ട് കേട്ടോ മഹേഷ്. അപ്പം ആ ഒരു കാറിന്റെ ഏത് കാറിലാണ് നമ്മുടെ സുധീനെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ ആ കാറിന്റെ ഇതും ഒക്കെയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മഹേഷ് നല്ല പൂസായതുകൊണ്ട് തന്നെ മഹേഷിന് ഇത് പിടികിട്ടുന്നില്ല. പക്ഷെ അപ്പൊ ഒരു സംഭവം നടക്കുകയാണ്. ആ ബാറിന്റെ അടുത്ത് നമ്മുടെ സച്ചി അയച്ചു കൊടുത്ത കാറിന്റെ ആ ഒരു എംബ്ലം, അതായത് ആ ഒരു ശിവലിംഗത്തിന്റെ ആ ഒരു എംബ്ലവും ആ ബ്ലാക്ക് കാറും അത് നമ്മുടെ മഹേഷ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. മഹേഷ് പെട്ടെന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും അയ്യോ സച്ചി അയച്ചു തന്ന കാറിന്റെ ഇതാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കാറ് തന്നെയാ. എന്നാ പിന്നെ സച്ചിനെ എത്രയും പെട്ടെന്ന് വിളിച്ച് പറയാന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് നേരെ സച്ചിനെ വിളിച്ച് പറയുകയാണ് കാര്യങ്ങള്. അപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സച്ചി ഫോൺ എടുത്തു കേട്ടോ മഹേഷ് വിളിച്ചപ്പോഴത്തേക്കും. എന്നിട്ട് സച്ചി ചോദിച്ചു, എടാ മഹേഷ് എന്താടാ, എന്താ ഞാൻ ഗ്രൂപ്പിലിട്ട മെസ്സേജ് നീ ശ്രദ്ധിച്ചായിരുന്നോ? അതാടാ ഞാൻ വിളിച്ചത്, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. എടാ നമ്മുടെ ബാറില്ലേ, നമ്മൾ എന്നും കള്ളു കുടിക്കാൻ വരുന്ന ബാറ്, ആ ബാറിന്റെ അവിടെ നീ പറഞ്ഞ് കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. നിന്നോട് ആരാണ് പറഞ്ഞത്? എടാ ഞാൻ ഇവിടെ ഉണ്ടടാ, ഞാൻ ആ കാറിന്റെ അടുത്ത് വിളിക്കുന്നത്. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ. ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയ കാർ തന്നെയാണെന്നാ തോന്നുന്നത്. ഞാനിവിടെ അടുത്തൊരു ട്രിപ്പിന് വന്നതാ. മടങ്ങും വഴി 2 എണ്ണം അടിച്ചിട്ട് ബാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ആ കാറ് കണ്ടത്. ആ കാർ ഇവിടെ കിടപ്പുണ്ട്. അവന്മാര് മിക്കവാറും ബാറിനകത്ത് കാണും. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എടാ ഞാൻ പെട്ടെന്ന് വരാം. അമ്മമാരെ നീ എങ്ങനെയെങ്കിലും പിടിച്ചവിടെ നിർത്ത്. ഞാൻ നീ ലൊക്കേഷൻ അയച്ചതാ, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് സച്ചി പറയാണ്. അങ്ങനെ നമ്മുടെ മഹേഷ് ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുത്തു. മഹേഷ് അവിടെ കാറിന്റെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന നീലിമേനെയും സുധീനെയാണ്. അങ്ങനെ നീലിമയോട് അവിടെ നിൽക്കുന്ന ഗുണ്ട പറയുക, അതെ എന്റെ പൊന്നു മേഡം, ഇവന്റെ ഭാര്യയ്ക്ക് ഇവനെ വേണ്ടെന്നാ തോന്നുന്നത്. ക്യാഷ് റെഡിയാക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ ടൈം ആയില്ലല്ലോ. അതാവുന്നല്ലേ ഉള്ളൂ. വിളിക്കുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ടൈം ആകട്ടെ, ഇനിയും കുറച്ച് ടൈമും കൂടെ കിടക്കുമല്ലേ. അല്ല നിന്റെ കൂട്ടുകാരെ ഒന്നും കാണുന്നില്ലല്ലോ, കുറെ ടൈം ആയല്ലോ പോയിട്ട്. അവര് വന്നോളൂ, എനിക്കൊന്ന് പുറത്തു പോകേണ്ടതാ. പ്രധാനപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യണം. അദ്ദേഹത്തെ കണ്ടിട്ട് പെട്ടെന്ന് വരാന്ന് കരുതിയതാ. ഇവരെല്ലാം വരാതെ ഞാൻ എങ്ങനെയാ പോകുന്നത്? മേഡം പോയിക്കോളൂ, ഞാനില്ല ഇവിടെ. പിന്നെ എന്തിനാ മേഡം പേടിക്കുന്നത്? അതൊന്നും ശരിയാവില്ല. അവര് വരട്ടെ, അവര് വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അവര് വരാതെ ഇവിടുന്ന് പോയാൽ ശരിയാവില്ല. എങ്കിൽ പിന്നെ ഞാൻ അവരെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ നീലിമേ, ശ്രുതിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ എമൗണ്ട് ഒന്നും സംഘടിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് കുറച്ച് സമയം എന്താ, നീ എന്നെ ഒന്ന് അഴിച്ചുവിട്. ഞാൻ തന്നെ നിനക്ക് തിരിച്ചു തരാം ആ 50 ലക്ഷം രൂപ. നീ എന്റെ ജീവൻ തിരിച്ചു തന്നാ മതി. ഓ ശ്രുതി, നിന്നെ എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയത്തില്ലല്ലോ ശ്രുതി. നീ ഇതല്ല ഇതിനപ്പുറവും പറയും. നീ പറയുന്നതെല്ലാം വിശ്വസിക്കാനേ ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ല. നിന്നെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് വിട്ടാല് നീ ഇവിടുന്ന് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. ഞാൻ അകത്താകും, അറിയാലോ. പിന്നെ എനിക്ക് ഒരിക്കലും പുറം ലോകം കാണാൻ പറ്റില്ല. നിന്റെ സൂത്രമൊക്കെ നിന്റെ ഭാര്യയുടെ കയ്യിൽ ഇരുന്നാ മതി. 50 ലക്ഷം രൂപ കൈ കിട്ടാതെ ഈ നീലിമ നിന്നെ വിടില്ല, ഒരിക്കലും വിടില്ല. ക്യാഷ് തന്നില്ല എങ്കിൽ നിന്റെ മരണം ഉറപ്പിച്ചോ. ഉറപ്പായിട്ടും നിന്നെ കൊല്ലും ഞാന്, ചുട്ടുകൊല്ലും ഞാന്. അപ്പോഴത്തേക്ക് നീലിമ തൊട്ടടുത്തിരിക്കുന്ന ആ ഗുണ്ടയോട് പറഞ്ഞു, താൻ അവരെ ഒന്ന് വിളിക്കുന്നുണ്ടോ? കുറെ നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു, എനിക്ക് കലി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അതേ നീലിമേ, നീ എന്നെ ഒന്ന് അഴിച്ചുവിട് പ്ലീസ്. നിനക്ക് പണ്ടത്തെ സ്നേഹം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടെങ്കിൽ, നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് അഴിച്ചുവിട് പ്ലീസ്. സ്നേഹമോ മണ്ണാ കട്ട, മിണ്ടാതിരുന്നോ നീ എവിടെയെന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് പിന്നെ മഹേഷിനെ കാണിക്കുകയാണ് കേട്ടോ. ഏതായാലും മഹേഷ് ഭയങ്കര പൂസാണ് കേട്ടോ. ഈ ഒരു സമയത്ത് മഹേഷ്, സച്ചി എന്താ വരാത്തത്, സച്ചിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഏതായാലും ഈ സമയത്താണ് 2 പേര് ഇറങ്ങി ആ ബ്ലാക്ക് കാറിലേക്ക് കയറുന്നത്. അതായത് നമ്മുടെ നീലിമയുടെ ഗുണ്ടകള് ആ ബ്ലാക്ക് കാറിലേക്ക് കയറുന്നത്, സുധിയെ തട്ടിക്കൊണ്ട് പോയ ഗുണ്ടകള്. അപ്പോഴത്തേക്ക് നമ്മുടെ മഹേഷ് കണ്ടു കേട്ടോ ഇത്. അപ്പോഴത്തേക്ക് ഇവന്മാരാണോ ഇത്? ഇവന്മാരെ വിട്ടടിച്ച് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. ഇവന്മാരെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തണമല്ലോ. എന്നിട്ട് മഹേഷ് പറഞ്ഞു, ഹലോ, അതെ 2 പേരും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാന്.
ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ തന്നെ. ഞാൻ കണ്ടിട്ടുണ്ടെന്ന്, പക്ഷേ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട് എവിടെയാ? നിങ്ങൾക്ക് നിങ്ങളൊക്കെ എവിടെയാ താമസിക്കുന്നത്? പേരെന്താ? ശോ, ദേ മാറി നിൽക്കണം അങ്ങോട്ട്, ഞങ്ങൾക്ക് പോണം. ഞങ്ങൾക്ക് ഒരു പരിചയമില്ല നിന്നെ. ഞങ്ങൾ എവിടെയാ താമസിക്കുന്നത് നിന്നോട് പറയാനും പോകുന്നില്ലെന്ന് പറഞ്ഞ് മഹേഷിന് ഒരു ഒറ്റ തള്ളു കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി ഓൺ ദ സ്പോട്ടിൽ എത്തി. സച്ചി എത്തിയിട്ട് അവന്മാരെ ഇടിച്ചു പരുവാക്കുകയാണ് കേട്ടോ. ഏതായാലും സച്ചി എത്തിയപ്പോഴത്തേക്ക് മഹേഷ് താഴെ കിടക്കുക. മഹേഷിനെ വിളിച്ച് എണീപ്പിച്ചു. അപ്പോഴത്തേക്ക് മഹേഷ് പറഞ്ഞതേ ഇവന്മാരാടാ അവരെന്ന്. പിന്നെ നമ്മുടെ സച്ചി ഒന്നും നോക്കാതെ തലങ്ങനും വിലങ്ങനും അടിയും ഇടിയുമായിരുന്നു കേട്ടോ. അങ്ങനെ അവന്മാരെ ഇടിച്ച് ഇഞ്ചം പരുവാക്കിയിട്ട് ആരാടാ സുധീനെ തട്ടിക്കൊണ്ട് പോയത്, എന്തിനാടാ സുധീനെ തട്ടിക്കൊണ്ട് പോയത് എന്ന് കുറേ തവണ ചോദിച്ചപ്പോഴത്തേക്കും അവന്മാർ ലാസ്റ്റ് ഇഞ്ചം പരുവാക്കിയില്ല. അപ്പോഴത്തേക്കും അവന്മാർ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് അറിയത്തില്ല, ഒരു ലേഡി പറഞ്ഞിട്ടാ. ഏത് ലേഡിയാടാ നിങ്ങളോട് പറഞ്ഞത് സുധിയെ തട്ടിക്കൊണ്ട് പോകാന്? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഏതോ ഒരു ലേഡിയാ. എന്തിനാടാ അവള് സുധീനെ തട്ടിക്കൊണ്ട് പോയത്? അത് 50 ലക്ഷം രൂപ സുധി അവരിൽ നിന്ന് കടം മേടിച്ചിരുന്നു, അത് തിരിച്ചു കൊടുത്തില്ല, അത് വാങ്ങാൻ വേണ്ടിയാ. നിങ്ങൾ കള്ളം പറയുന്നോ? ഞങ്ങൾ കള്ളം പറയുന്ന അല്ല സാറേ, സത്യം തന്നെയാ. അവൻ നിങ്ങളുടെ സങ്കേതത്തിലുണ്ടെന്നല്ലേ പറഞ്ഞത്? എവിടെയാ നിങ്ങളുടെ സങ്കേതം? അത് പിന്നെ ഇവിടെ അടുത്ത് തന്നെയാ. വന്നേ വണ്ടി കയറിട്ടെ, ഏതാ സങ്കേതം എന്ന് കാണിച്ച് തന്നിട്ട് നിങ്ങൾ പോയാ മതി എന്ന് പറഞ്ഞ് സച്ചി അവന്മാരെ തൂക്കി വണ്ടിയിലിട്ട് നേരെ സങ്കേതത്തില് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഏതായാലും ഒരു സ്ഥലത്ത് ചെന്ന് നിർത്തിയപ്പോഴത്തേക്കും ഇതാണ് ഞങ്ങളുടെ സങ്കേതം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, എവിടെയാടാ സുധീനെ കാണുന്നില്ലല്ലോ? അത് പിന്നെ സാറേ അകത്താ, ഇറങ്ങടാ. രണ്ടുപേരും ഇറങ്ങാനാ പറഞ്ഞത്. അങ്ങനെ സച്ചിൻ രണ്ടുപേരെയും കൊണ്ട് ഇറക്കി നേരെ സങ്കേതത്തിനകത്തേക്ക് പോവുകയാണ്. അങ്ങനെ സങ്കേതത്തിലെത്തിയ നമ്മുടെ സച്ചി സുധീനെ കാണുകയാണ് കേട്ടോ. സുധീൻ പിന്നെ വേറൊരു ഗുണ്ടയും അവിടെയുണ്ട്, പക്ഷെ നീലിമ തൽക്കാലം അവിടെ ഇല്ല. ഏതായാലും സുധീനെ കണ്ടു. സുധി സച്ചിനെ കണ്ടത്, എടാ സച്ചി എന്നെ രക്ഷിക്കടാ, ഇവരെന്നെ കൊല്ലൂടാ എന്ന് പറഞ്ഞ് ഓലമുറയിട്ട് കരയാണ് നമ്മുടെ സുധി. അപ്പൊ പെട്ടെന്ന് ഓർക്കുന്നൊന്നുമില്ല സച്ചി സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ പ്രശ്നം ആവുന്നൊന്നും ഓർക്കുന്നില്ല. എങ്ങനെയെങ്കിലും ജീവനൊന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി നമ്മുടെ സുധിക്ക്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ, ഓഹോ, അപ്പം നിങ്ങൾ എൻ്റെ ചേട്ടനെ ഇവിടെയല്ല പിടിച്ചോണ്ടിട്ടേക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവന്മാർ വീണ്ടും എന്താ ചെയ്യുന്നു? ഇവന്മാര് സുധീനെ രക്ഷിക്കാൻ പോകുന്ന നമ്മുടെ സച്ചിയുടെ നേരെ, അതായത് തലയിലേക്ക് ഒരു തോക്ക് ഇങ്ങനെ ചൂണ്ടുകയാണ്. തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ദേ ഇവനെ തൊട്ടു പോയാലുണ്ടല്ലോ, ദേ ചുട്ടുകളെ. മേടത്തിന് കൊടുക്കാനുള്ള 50 ലക്ഷം രൂപ കൊടുക്കാതെ ഇവനെയും വിടില്ല, ഇനി നിന്നെയും വിടില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോ. പിന്നെ മേഡം നീ വരുന്നതിന് തൊട്ട് മുമ്പാ പുറത്തേക്ക് പോയത്. മേഡം ഇപ്പൊ തന്നെ വരും. അവന്റെ കാര്യത്തിന് ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കും. നിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് മേഡം വന്നിട്ട് തീരുമാനിക്കട്ടെ. അതുവരെ എൻ്റെ പൊന്നുമോനെ നീ ഇവിടെ വെയിറ്റ് ചെയ്യ്. ഇല്ലെങ്കിലുണ്ടല്ലോ സുട്ടുകളെയും ഈ തോക്ക് വെച്ച് സുട്ടുകളെയും. അപ്പൊ നമ്മുടെ സച്ചു പറഞ്ഞു, ഓ നിങ്ങളൊക്കെ തീരുമാനം എടുത്തില്ലേ? ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ള തീരുമാനം. ഇവന്റെ അച്ഛമ്മയ്ക്കും ഇവന്റെ അച്ഛനും വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഇവനെ ഞാൻ രക്ഷിക്കും. പിന്നെ നീ രക്ഷപ്പെട്ടിട്ട് വേണ്ടേ ഇവനെ രക്ഷിക്കാനായിട്ട്? മേഡം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പം ഇവന്റെ കാര്യത്തില് തന്നെ ഞങ്ങളൊരു തീരുമാനം എടുക്കാം. തോക്ക് വേണോ അതോ കൈ വേണോ? കൈ കൊണ്ട് കൊല്ലണോ അതോ തോക്കും കൊണ്ട് കൊല്ലണോ? അപ്പോഴത്തേക്കും മറ്റേ ഒരു ഗുണ്ട പറഞ്ഞു, ദേ ഇവന് തോക്ക് കൊടുക്കാം, നമുക്ക് അവന് സുധിക്ക് വേണ്ടി മാറ്റി വെച്ചല്ലേ, നമുക്ക് ഇവന് കൈ കൊടുക്കാം. അപ്പൊ തോക്കെടുത്ത് നമ്മുടെ സുധിയുടെ അവിടെ വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വെച്ചു, അല്ല അണ്ണന്മാരെ നിങ്ങള് എവിടത്തുകാരാ? എന്തിനാ വെറുതെ ഷോ കാണിക്കുന്നത്? ഈ സച്ചിയോട് കളിച്ചാലുണ്ടല്ലോ വിവരം അറിയും, അല്ലെങ്കിൽ ഈ സച്ചി വിവരം അറിയിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെയും അങ്ങോട്ട് അടിയാണ് കേട്ടോ. 3 ഗുണ്ടകളുണ്ട്. ഈ 3 ഗുണ്ടകളെയും അടിക്കുന്ന സീനാട്ടോ പിന്നെ കാണിക്കുന്നത്. ഇന്ന് മൊത്തം കൂടുതൽ അടി സീനുകളാണ്. അങ്ങനെ അടിച്ചടിച്ച് അവന്മാരെ ഇഞ്ചം പരുവാക്കാണ് വീണ്ടും നമ്മുടെ സച്ചി. ഏതായാലും ഇവന്മാർക്ക് അറിയില്ലല്ലോ സച്ചി ആരാന്ന്. ഏതായാലും സച്ചിക്ക് ഒരു 100 പേര് വന്നാലും നായകനായതുകൊണ്ട് വേറെ ആരും വേണ്ട, സച്ചി ഒറ്റയ്ക്ക് മതി, അടിച്ചിടാൻ പറ്റും, നായകനാണല്ലോ, അതുകൊണ്ട് അടിച്ചിടാൻ പറ്റും. അതുകൊണ്ട് ഏതായാലും നമ്മുടെ സച്ചി തന്നെയാണ് അവിടെ ജയിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള എല്ലാവരെയും അടിച്ച് ഇഞ്ചം പരുവാക്കി നമ്മുടെ സച്ചി. അങ്ങനെ നമ്മുടെ സുധീനെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുധീനെ കെട്ടഴിച്ച് നമ്മുടെ സച്ചി രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് സുധിക്ക് ഓർമ്മ വന്നത്, എൻ്റെ ദൈവമേ, ആ 50 ലക്ഷം രൂപയുടെ കാര്യം സച്ചി അറിഞ്ഞു കാണുമോ? അയ്യോ, എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അഭിനയിക്കുവാണോ? വീട്ടിൽ എത്തിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ ചെന്നിട്ട് വിചാരണ ചെയ്യും, അത് ഉറപ്പാ. എൻ്റെ ഈശ്വര, ഇതിലും ഭേദം അവരെന്നെ കൊന്നാ മതിയായിരുന്നു. അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സച്ചി,
ഉം നിന്നെ എന്തിനാ തട്ടിക്കൊണ്ട് വന്നതെന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി പറയണമല്ലോ. സത്യം പറയാൻ പറ്റത്തില്ല, കള്ളം പറയണം. എന്ത് കള്ളം പറയണം എന്നല്ലേ നീ ആലോചിക്കുന്നത്? ഉം വീട്ടിലെത്തുന്ന വരെ സമയമുണ്ടല്ലോ. നീ നന്നായിട്ട് ആലോചിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു കള്ളം കണ്ടുപിടിക്കുക. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാന്ന് നീ കരുതണ്ട. ഞങ്ങളൊന്നും മണ്ടന്മാരല്ല സുധി, നീ അത് മനസ്സിലാക്കിക്കോ. നീ ഇപ്പം ഒരു കാര്യം ചെയ്യ്, നീ വണ്ടി കയറ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നിന്റെ സിറ്റുവേഷൻ ശരിയല്ല, നിന്റെ മനസ്സും ശരിയല്ല. പിന്നെ അവിടെ എല്ലാവരും പേടിച്ചു വിറച്ചിരിക്കുക. നിന്നിപ്പം എത്രയും പെട്ടെന്ന് എനിക്ക് കൊണ്ടുചെന്നേ പറ്റൂ, വീട്ടിലൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോകാം എന്ന് പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ സച്ചി ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മുടെ ശ്രുതി ഭയങ്കര ടെൻഷനിലാണ്. ഏതായാലും ഫോൺ ബെല്ലടിക്കുകയാണ് രേവതിയുടെ. അപ്പൊ രേവതി ഫോൺ എടുത്തു. എന്നിട്ട് രേവതി പറഞ്ഞു, അച്ഛാ അതെ സച്ചേട്ടനെ വിളിക്കുന്നത്. ഹലോ സച്ചേട്ടാ. എന്താ സച്ചേട്ടാ? അത് പിന്നെ രേവതി സുധീനെ കണ്ടെത്തി. അവനിപ്പം എൻ്റെ കൂടെ ഉണ്ട്. അവിടെ ഉള്ളവരോട് പേടിക്കരുതെന്ന് പറയണം കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തും. നീ എല്ലാവരെയും സമാധാനപ്പെടുത്തണം കേട്ടോ. അല്ല, എവിടെന്നാ ഇപ്പൊ സച്ചേട്ടൻ വിളിക്കുന്നത്? ആരാ അദ്ദേഹത്തെ തട്ടിക്കൊണ്ട് പോയത്? ഓ രേവതി, എല്ലാം ഞാൻ വന്നിട്ട് പറയാം, ഇപ്പൊ നീ ഫോൺ വെക്കേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി ഫോൺ കട്ടാക്കിയിട്ട് പറഞ്ഞു, അതെ അച്ഛമ്മേ, സുധീനെ സച്ചേട്ടൻ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് സച്ചേട്ടൻ വരുന്നുണ്ട്. അപ്പം പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു, അല്ല എവിടെന്ന് അവനെ കണ്ടെത്തിയത്? ആരാ അവനെ തട്ടിക്കൊണ്ട് പോയത്? എല്ലാം സച്ചേട്ടൻ വന്നിട്ട് പറയാന്നാ പറഞ്ഞത്. ഇപ്പൊ സച്ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ അച്ഛമ്മ, ഓ എന്റെ ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഇനിയെങ്കിലും അവനോടൊന്ന് ശ്രദ്ധിക്കാൻ പറ എന്റെ പൊന്നു ശ്രുതി. അവനോട് ഇങ്ങനെ എന്താ പറയാ, ഒരു ഇതുപോലെ നടക്കല്ലേ എന്ന് പറയാം. അവൻ അല്ലെങ്കിലും ചതഞ്ഞേ, അവൻ ഒരു ഉയിരേ ഇല്ല. അവൻ ഇച്ചിരി സ്മാർട്ടായിട്ട് നടക്കാൻ പറ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ പോട്ടെ, അല്ല ഏതായാലും സച്ചി പോയി കണ്ടുപിടിച്ചല്ലോ. എൻ്റെ ഭഗവാനെ മതി. ഇനിയിപ്പം എൻ്റെ ഈശ്വര മനസമാധാനമായിട്ട് ഇവിടെ ഇരിക്കാലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ, ഈ രാത്രിയോട് കൂടി എല്ലാം തീരും, ഷോറൂമും നഷ്ടപ്പെടും, ഇവിടെ എല്ലാവരും എല്ലാ പ്രശ്നവും അറിയും, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു, അല്ല ശ്രുതിയേടത്തേക്ക് എന്താ ഒരു ടെൻഷൻ? ശ്രുതിയേട്ടൻ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും ആ ഒരു സന്തോഷം മുഖത്ത് കാണുന്നില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞ് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും ശ്രുതി മോളെ, അതുകൊണ്ടാണോ? അതെ അങ്കിളെ, അതും കൊണ്ടാ എന്നും പറഞ്ഞൊരു ചെറിയ ചിരിയോടുകൂടി പറയാം. അപ്പൊ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, സച്ചി അവനെയും കൂട്ടി ഇപ്പൊ ഇങ്ങെത്തും, അപ്പൊ നിനക്ക് വിശ്വാസമാവൂലോ. പറഞ്ഞതിനൊക്കെ സച്ചിയോട് നീ ക്ഷമ ചോദിക്കണം. പാവം എൻ്റെ സച്ചി ഇല്ലായിരുന്നെങ്കിലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഉച്ച തൊട്ട് അനുഭവിക്കുന്ന ടെൻഷനാ, നല്ല തലവേദന, ഞാനേ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ വർഷ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടേണ്ട സമയമാണ്. അതിന് ചേച്ചി എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ.